ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആരതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പുസ്തകം യെല്ലോ ഫേസ്. ആർ എഫ് ക്വാങ്ങിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്സാണ് യെല്ലോ ഫേസ് എന്ന് പറയുന്ന ഈ നോവൽ. ഇവരുടെ തന്നെ ബേബൽ എന്ന് പറയുന്ന പുസ്തകം വളരെ സെൻസേഷണൽ ആയിരുന്നു. ന്യൂയോർക്ക് ടൈംസിലൊക്കെ നമ്പർ 1 ആയിട്ടുള്ള ബുക്കായിരുന്നു. സിമിലർ കേസാണ് യെല്ലോ ഫേസിൻ്റെയും. ഇതൊരു ത്രില്ലർ ബുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എഡ്ജ് ഓഫ് ദി സീറ്റ് അനുഭവം തരാൻ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ് യെല്ലോ ഫേസ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ പുസ്തകത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ഇമോഷൻസിനെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. സ്പെഷ്യലി ജെലസി, വൾണറബിലിറ്റി, ഭയം, ഇങ്ങനത്തെ ഇമോഷൻസിനെയൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ലേയേർഡ് ആയിട്ട് റൈറ്റർ എഴുതി പോയിട്ടുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ആർ എഫ് ക്വാങ് ഇതിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കടുകട്ടി വാക്കുകളൊന്നുമില്ല. ഒരു ബിഗിനർക്കും നല്ല രീതിയിൽ വായിച്ചു പോകാൻ പറ്റുന്ന, നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ഓഥർ ഇതിൽ പിടിച്ചിരിക്കുന്നത്. ജൂൺ ഹെയ്വേർഡ് എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ POVയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ ഇമോഷൻസിനോടൊപ്പം തന്നെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ പല മുഖങ്ങളും അതിൻ്റെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെ സ്ട്രഗിൾസും നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. ഒരു ഫ്രഷ് അപ്രോച്ചായിട്ടാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ ഫീൽ ചെയ്തത്. ഇനി ഈ ബുക്കിൻ്റെ കഥ എന്താണെന്ന് നോക്കാം, വിത്തൗട്ട് എനി സ്പോയിലേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ ഹെയ്വേർഡ് ആണ് ഈ പുസ്തകത്തിലെ നായിക അല്ലെങ്കിൽ പ്രോട്ടഗണിസ്റ്റ്. ജൂൺ ഒരു ഓഥറാണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അഥീന ല്യൂ എന്ന് പറയുന്ന റൈറ്റർ. ഇവർ രണ്ടുപേരും US ബോൺ റൈറ്റേഴ്സാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പോയത്. ദേ ഗ്രാജുവേറ്റഡ് ടുഗെദർ. ദേ സ്റ്റാർട്ടഡ് ദെയർ കരിയേഴ്സ് ടുഗെദർ ആസ് റൈറ്റേഴ്സ്. പക്ഷേ ഇവിടെ അഥീനയ്ക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അഥീന was from a race of color. She was Asian. So US എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് ജെൻഡർ, റേസ്, നാഷണാലിറ്റി, കൾച്ചർ, ഇതെല്ലാം പ്ലേസ് എ ബിഗ് റോൾ, സ്പെഷ്യലി ഇഫ് യു ആർ എ പബ്ലിക് ഫിഗർ. നിങ്ങൾ എത്രത്തോളം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നോംസിൽ നിന്നാണോ വരുന്നത്, അത്രയും നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടും. സോ അഥീന ഒരു ഏഷ്യൻ ആയിരുന്നു, വുമൺ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, ടാലൻറ്റഡ് ആയിരുന്നു. ഈ 4 കാര്യങ്ങൾ മതി അഥീനയെ ലോകത്തിന് തിരിച്ചറിയാൻ. ദി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി പുഷ്ഡ് ഹർ ഫോർവേഡ്. അഥീനയുടെ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റായിരുന്നു. അഥീന ഭയങ്കര ഫേമസ് ആയി വിത്തിൻ നോ ടൈം. സോ അഥീനയുടെ കണ്ടംപററി ആയിരുന്ന ജൂണിൻ്റെ അവസ്ഥ ഇത്ര എളുപ്പമായിരുന്നില്ല. ഷി വാസ് എ നേറ്റീവ്. ഷി ഡിഡ്ന്റ് ഹാവ് എനി ഓഫ് ദോസ് ഫാൻസി ടൈറ്റിൽസ്. മാത്രമല്ല, ജൂണിൻ്റെ ടാലൻ്റ് അല്ലെങ്കിൽ ജൂണിൻ്റെ കഴിവ് നമുക്ക് അഥീനയുടെ കഴിവുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല. ബിക്കോസ് ബോത്ത് ആർ റൈറ്റേഴ്സ്, ബോത്ത് ഹാവ് ദെയർ ഓൺ സ്റ്റൈൽസ് ആൻഡ് ഹാബിറ്റ്സ്. അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല. പക്ഷെ ജൂൺ ഒരു വൈറ്റ് US ലേഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു എക്സ്ട്രാ വിസിബിലിറ്റി ഒന്നും ജൂണിന് കിട്ടിയില്ല. സോ ജൂൺ ഒരു മീഡിയോക്കർ റൈറ്ററായിട്ട് തുടർന്നു. പക്ഷേ അഥീന ഇത്രയും ഫേമസ് ആയിട്ട് കൂടെ ഷീ ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് ജൂൺ. അതുകൊണ്ട് തന്നെ എപ്പം എന്തൊക്കെ അവാർഡ്സ് കിട്ടിക്കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും ഷീ മെയ്ഡ് ഷുവർ ദാറ്റ് ഷീ മീറ്റ്സ് ജൂൺ ആഫ്റ്റർവേർഡ്സ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിനാരിയോയിൽ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ഇടയിൽ ഒരു സംഭവം നടക്കുകയാണ്, വിച്ച് ടേൺഡ് ദെയർ ലൈഫ് അപ്വേർഡ് ഡൗൺ. ദിസ് ഹാപ്പൻഡ് ആൻഡ് ജൂണിൻ്റെ ലൈഫ് മാറ്റിമറിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. And June is so sure that she won't get this chance again. She decided to take this chance. Now see, idoru eluppulla variyalla. She took the risky way and she had to make sure that it works. And for her it worked. പക്ഷേ എത്ര കാലത്തോളം ജൂണിന് ഈ ഒരു പാത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്റ്റോറി പറയുന്നത്. ഇതൊരു ത്രില്ലർ ബുക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇതിൽ ഓരോ പേജ് വായിക്കുമ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇനി എന്ത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ രീതിയിലാണ് ആർ എഫ് ക്വാങ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള ലാംഗ്വേജ് ആണ്, പക്ഷേ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഈ പുസ്തകത്തിൻ്റെ സ്ട്രെങ്ത്.
ഈ ബുക്കിൻ്റെ ഈ എഡിഷൻ്റെ ബാക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ദ ബുക്ക് ദാറ്റ് എവ്രി വൺ ഇസ് ടോക്കിംഗ് അബൌട്ട്. ഇൻജീനിയസ്, അസ്റ്റ്യൂട്ട്, ഹ്യൂജ്ലി എൻ്റർടൈനിങ്, ബ്രെത്ത് ടേക്കിംഗ്ലി ക്ലെവർ, ഹാർഡ് ടു പുട്ട് ഡൗൺ, ഹാർഡ് ടു ഫോർഗെറ്റ്, അഡിക്റ്റീവ്, പ്രൊവോക്കേറ്റീവ്, ഹ്യൂജ്ലി എൻ്റർടൈനിങ്. ഇങ്ങനെ പല പല അപ്രീഷിയേറ്റീവ് വേർഡ്സാണ് ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈച്ച് ഓഫ് ദെം ഇസ് കറക്റ്റ്. സോ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, യെല്ലോ ഫേസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈവൻ ആസ് എ ബിഗിനർ നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഒരു ഹെവി റീഡാണ്, ഐ അഗ്രി. പക്ഷേ നമുക്ക് കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ തോന്നാത്ത രീതിയിൽ വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് യെല്ലോ ഫേസ്. RF Kuang എന്ന് പറയുന്ന ഈ ഓഥറിനെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഷീ ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് നെയിം. ഷീ ഈസ് ഓൾറെഡി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് നെയിംസ് ഇൻ ദി ഇൻഡസ്ട്രി റൈറ്റ് നൗ. പക്ഷേ ഷീ ഈസ് ഗോയിങ് ടു റൈറ്റ് ഹെർ നെയിം ഇൻ ഗോൾഡ് in the history. So that's all about it for today. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.